ഇപ്പോൾ എം.ആർ. അജിത് കുമാറിന് RSSൽ സ്വാധീനം, എം.ആർ. അജിത് കുമാറിന് ഇടതുപക്ഷത്തിൽ സ്വാധീനം, ഇടത് സർക്കാരിൽ സ്വാധീനം, ഇപ്പോൾ UDF സർക്കാരിലും സ്വാധീനം എന്ന നിലയ്ക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇങ്ങനെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ശക്തരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണോ എം.ആർ. അജിത് കുമാർ? അപ്പോൾ ഇതിൽ ഈ പ്രതിപക്ഷത്തിന് കൂടി ഇക്കാര്യത്തിൽ ഒരു പരാതി ഇല്ല എന്നുള്ളത് ഭരണപക്ഷത്തിന് ഒരു സൗകര്യമാവുകയാണോ? സ്മൃതി, ഇതിൽ കാണേണ്ടത് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ട് പോലും അതിന്റെ ഒരു കൊളോണിയൽ ഹാങ് ഓവറിലാണ് കേരള പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വസ്തുത. അത് തന്നെയാണ് ഈ കേസിലും സംഭവിച്ചുകൊണ്ടുള്ളത്. 5 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച ഒരു കേസാണ്. 5ാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സുനിൽ രാജാണ് ഈ കേസിൽ റഫർ റിപ്പോർട്ട് 16/8/2024 കോടതി മുമ്പാകെ സമർപ്പിക്കുന്നത്. വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഈ കേസിൽ എങ്ങനെ ഇതിലെ തെളിവുകൾ നശിപ്പിക്കപ്പെടാം, എങ്ങനെ തെളിവുകൾ കണ്ടെടുക്കാതിരിക്കാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ. ഞാനിത് മനസ്സിലാക്കുന്നത് കേസിന്റെ രേഖകൾ പരിശോധിച്ചതെന്ന് മനസ്സിലാക്കുന്നത് 1/2/2024 തോംസൺ എന്ന് പറയുന്ന ഇതിലെ 5 അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. തുടക്കത്തിൽ ഈ കേസിന്റെ 23/12/2023 ഈ കേസ് മജിസ്ട്രേറ്റ് 22-ാം തീയതി ഉത്തരവിടുന്നു, 23-ൽ FIR എടുക്കുന്നു. FIR എടുക്കുന്ന ഘട്ടത്തിൽ എടുത്തിരുന്ന 324, 325 വകുപ്പുകൾ പ്രകാരം കേസെടുക്കും. തൊട്ടടുത്ത ദിവസം അത് ആ അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ISHO അരുൺ ഏറ്റെടുക്കുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി 325 കുറവ് ചെയ്ത് അന്നേ ദിവസം തന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു സാക്ഷികളുടെ പോലും മൊഴികൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ 325 വകുപ്പ് അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കുകയും തുടർന്ന് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് ആ കേസ് ഇഴഞ്ഞു നീങ്ങുകയും 1/2/2024 കോട്ടയത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഒരു ഇൻസ്പെക്ടർ തോംസൺ ഈ കേസിന്റെ അന്വേഷണം ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ആ അന്വേഷണം തുടർന്ന് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് അപകടകരമായ ചില സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക ഉത്തരവ് പ്രകാരം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഡിവൈഎസ്പി കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുന്നു. അങ്ങനെ ഡിവൈഎസ്പി ആയിട്ടുള്ള അരുൺ ഈ കേസ് അന്വേഷിക്കുകയാണ്. അപ്പൊ ആ അന്വേഷണത്തെ തുടർന്ന് ആണ് ഈ കേസിലെ അതിനുശേഷമാണ് സലീം രാജിലേക്ക് എത്തുന്നത്. 16/8/2024 ഇതിന്റെ ഫൈനൽ റഫർ റിപ്പോർട്ട് കോടതി മുമ്പാകെ കൊടുക്കുന്ന ആ ഘട്ടം വരെ ഈ കേസിൽ എന്തു സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ആസൂത്രണമുണ്ട്. ഒരുപക്ഷെ ഈ കേസിലെ ഈ പ്രതികളായിട്ടുള്ള അനിലും സന്ദീപും, അനിൽ PSO ആയിരുന്നു, സന്ദീപ് റിംഗ് റൗണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഡിഫൻസ് ഈ കേസിലുണ്ട്. ആ ഡിഫൻസ് എന്ന് പറയുന്നത് 113 KP ആക്ട് പ്രകാരം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തി എന്നുള്ളത് മാത്രമാണ്. അപ്പൊ പോലീസിന്റെ ഒരുപക്ഷെ ഇതിന്റെ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടത് 5 കാര്യങ്ങളായിരുന്നു. ഒന്ന്, ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണോ, യഥാർത്ഥത്തിൽ അവർ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല. 2, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. അവർ അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ 2 ചെറുപ്പക്കാർ പ്രതിഷേധിക്കുന്ന ഘട്ടത്തിൽ അവിടെ മൂന്നാമതായി പരിശോധിക്കേണ്ടത് ഇങ്ങനെ ഇടപെടേണ്ട കാര്യം ഇവർക്കുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അപ്പോ അവിടെ മുതൽ അത് കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ ലാത്തി ഉപയോഗിച്ച് ഇവരെ മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവർ ചെയ്ത പ്രവൃത്തികൾ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ നിന്നും എക്സീഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അധികരിച്ച് അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ 3 കാര്യങ്ങളും കൃത്യമായി നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇക്കാര്യത്തിൽ ഇല്ല. പക്ഷെ എന്നിരുന്നിട്ട് പോലും അന്വേഷണ റിപ്പോർട്ട് റഫർ ചെയ്യണം, ഇതിൽ കുറ്റകൃത്യമില്ല, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട്സ് ആണെന്നുള്ള രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ ശ്രീ എം.ആർ. അജിത് കുമാർ അന്ന് ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ADGP ഇടപെട്ടു എന്നുള്ളതാണ്. അപ്പൊ SITയുടെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷികളായിരുന്ന ASI പ്രദീപ്, ഗ്രേഡ് SI സാബു, CPO സന്തോഷ്, അതുപോലെ തന്നെ സീനിയർ CPO ആയിരുന്ന ശ്രീമോൾ, ഇവരുടെ മൊഴികളിൽ അന്നേ ദിവസം ആദ്യ മൊഴി എടുത്തിട്ടുള്ള അരുൺ എടുത്തിട്ടുള്ള മൊഴിയാണ്. അരുൺ ആദ്യത്തെ ഇൻസ്പെക്ടറുടെ മൊഴി എടുത്തതിന് ശേഷം അരുൺ ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട്. ആ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി അവരുടെ ഫൈൻഡിങ്സ് ആയിട്ട്
DGPക്ക് നൽകിയിട്ട്. ആ റിപ്പോർട്ട് ഇപ്പോഴും നിലവിലുണ്ട്. ആ റിപ്പോർട്ട് ആർക്കും ഒളിച്ചു വെക്കാൻ കഴിയില്ല. ആ റിപ്പോർട്ടിൽ ശ്രീ AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസിനെയും മർദ്ദിച്ചിട്ടുണ്ട് ഈ പ്രതികൾ എന്നത് സംബന്ധിച്ച് ആണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഔദ്യോഗിക കൃത്യ നിർവഹണമല്ല നടത്തിയിട്ടുള്ളത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് അന്ന് ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിനെ മറികടന്നുകൊണ്ട് ശ്രീ MR അജിത് കുമാറിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ ഇക്കാര്യത്തിൽ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായത്. അതാണല്ലോ SIT ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പെൻഡ്രൈവിൽ കൊണ്ടുവന്ന റഫർ റിപ്പോർട്ട് അല്ലെങ്കിൽ അതിന്റെ കേസ് ഡയറിയിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിന്റെ നിർദ്ദേശം നൽകി തിരുത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണെന്നുള്ളത്. ഇതെല്ലാം SIT കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രസക്തമായ ചോദ്യം, അതാണ് ഈ സാങ്കേതികത്വം എന്ന് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ തുടങ്ങി വെച്ചത്. അതിലൊരു സാങ്കേതികത്വം കൂടിയുണ്ട്. അത് ഞാൻ അതിലേക്ക് വരാം. രണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ പെൻഡ്രൈവിൽ തിരുത്തുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ADGP-യുമായി നേരിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് അവസാനത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സലീം രാജോ കണ്ട് സംസാരിക്കുകയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശം നേരിട്ട് വാങ്ങുകയോ ചെയ്തോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ അവിടെ സാങ്കേതിക പിഴവ് ഒഴിവാക്കുന്നതിനാണല്ലോ മൊഴി. ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പക്ഷേ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു. പക്ഷേ ആ ഓഫീസിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം ശ്രീ MR അജിത് കുമാറുമായി നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശം നൽകിയോ എന്നുള്ള ഒരു പ്രസക്തമായ ഉത്തരം SIT നൽകേണ്ടതുണ്ട്. അതിലേക്കാണ് ഈ സാങ്കേതികത്വം എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നത്. കാര്യം ഈ IPS IAS ഓഫീസേഴ്സിനെതിരെ നടപടിയെടുക്കുന്നത് ഓൾ ഇന്ത്യ സർവീസ് ഡിസിപ്ലിൻ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരമാണ് നടപടിയെടുക്കേണ്ടത്. അപ്പൊ ആ നടപടിയെടുക്കുമ്പോൾ അതിൽ വളരെ കൃത്യതയോടുകൂടി നടപടി എടുക്കാൻ കഴിയാതെ വന്നാൽ, നേരത്തെ സെൻകുമാർ സാറിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ച കനത്ത പ്രഹരം പോലെ മറ്റൊരു പ്രഹരം ഏൽക്കേണ്ടി വരും ഗവൺമെന്റിന് എന്ന ഉത്തമ ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ സാങ്കേതികത്വം ഒഴിവാക്കുന്നതിന് വേണ്ടി. അല്ലാതെ ഒരുപക്ഷെ ശ്രീ MR അജിത് ഖാന്റെ അവിശുദ്ധമായ കരങ്ങൾ ഈ സംസ്ഥാന സർക്കാരിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലും ഉണ്ട് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷണം നടത്തുന്നതിനോട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കുന്നതിന് ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുള്ളത്. അപ്പോ അങ്ങനെ അതിൽ മാത്രമല്ല, ആ ഉത്തരവിൽ തന്നെയും ഈ കേസ് പുനരന്വേഷണം മാത്രമായിരുന്നില്ല, ഈ കേസിൽ ആരൊക്കെ വഴിവിട്ടിടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് SIT കൊടുത്തിട്ടുള്ള നിർദ്ദേശം. അപ്പൊ ആ നിർദ്ദേശത്തിന് വിഘാതമായി ഒരു നിലപാട് എടുക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആരും ശ്രമിക്കേണ്ട എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ കൃത്യവും സമഗ്രവുമായിട്ടുള്ള തെളിവുകൾ ആശ്രയിച്ച് ഒന്നാമത്തെ കാര്യം, ഈ മർദ്ദനം ഈ കേരളം മുഴുവൻ കണ്ടതാണ്. ഇനി അഥവാ ഈ സംരക്ഷണം ഉണ്ടാവുകയാണെങ്കിൽ അതും കേരളം കാണുമല്ലോ. ഈ 31-ാം തീയതി വരെയുള്ള സമയമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നതല്ല. കാരണം 31-ാം തീയതി DGP-ആയി MR അജിത് കുമാർ സ്ഥാനക്കയറ്റം കിട്ടും. അത് കിട്ടുമോ, അത് കൊടുക്കുമോ, അതിനു മുൻപ് റിപ്പോർട്ട് നൽകുമോ, അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയാണ് ആദ്യം വാങ്ങുക, അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിക്ക് കിട്ടുക, പിന്നെയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടുക എന്നുള്ള സാങ്കേതികത്വം അപ്പോൾ പറഞ്ഞു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. Debate with Smriti Parittikar.